ലൂസിഫർ ഇറങ്ങുന്നതിന് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞല്ലോ, ചെറിയൊരു സാധാരണ ഒരു സിനിമ. അപ്പോൾ ഈ തുടരുമെന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ചോദിക്കട്ടെ, സമയം എന്താണെന്ന്. ഇല്ല ആരങ്ങനെ ചോദിക്കണേ, ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പം ഒരുപാട് കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. കുറേ ആളുകൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നത് ഇതൊരു ഫാമിലി എൻ്റർടൈനർ. ചില ആളുകൾ ഇപ്പം എന്നെ പോലെയുള്ള ചിലർ സംശയിക്കും ഇതൊരു ത്രില്ലറാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു മിസ്റ്ററി ജോണറാണ്, ആർക്കും വ്യക്തത ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ എല്ലാമായ തരുൺ മൂർത്തിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രിഗ്യൂ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ പൊളിക്കുകയാണോ അതോ ചർച്ചകൾ തുടരട്ടെ എന്ന് പറയുകയാണോ? അല്ല, ആ സിനിമ ഒരു ഫാമിലി ഡ്രാമ, ഞാൻ ഫീൽ ഗുഡ് അല്ല സിനിമ, എല്ലാവരും അങ്ങനെ ഫീൽ ഗുഡാണ് മറ്റതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ ഉൾക്കൊണ്ടതും ഞാനതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ഡ്രാമയാണ് ആ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ ഡ്രാമകളുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിനെ അത് എനിക്കറിയില്ല നല്ലതാണോ ചീത്ത, എല്ലാവരും ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വല്ലാണ്ട് അതിനെ ഉപമിക്കുന്നുണ്ട്. ഓരോ പോസ്റ്റർ കാണുമ്പോഴും അല്ലെങ്കിൽ ദൃശ്യം പോലത്തെ സിനിമയാണ്, സെക്കൻഡ് ഹാഫിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ എന്താ പറയുക, മലയാളത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൾട്ട് ക്ലാസിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനൊരിക്കലും ആ ട്രെൻഡിനെ ഫോളോ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ എൻ്റെ ടോക്കിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഒരിക്കലും ദൃശ്യം പോലൊരു സിനിമ ഉണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, അങ്ങനെയല്ല ആ സിനിമ. ഒരാളുടെ ലൈഫാണ് പറയുന്നത്, ഒരാളുടെ കുറച്ച് ദിവസങ്ങളിൽ അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് തമാശകളുണ്ട്, അതിൻ്റെ അകത്ത് സങ്കടങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില ത്രില്ലുകളുണ്ട്. ഇതെല്ലാം വന്നു പോകുന്ന, എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നോ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലറെന്നോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു എലിമെൻറ്റ് ഈ സിനിമയിലില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോ അതിനെ ആളുകൾ കാണാൻ വരേണ്ടത് ഞാൻ കൊടുക്കുന്ന പ്രൊമോഷൻസ് വെച്ചിട്ട് മാത്രമേ അതിനെ വരാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്ത് റീഡിങ്ങും ആ സിനിമയ്ക്കും നല്ലതല്ല, കാണാൻ വരുന്നവനും നല്ലതല്ല. ഓക്കെ, അത് വന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില എക്സൈറ്റ്മെൻറ്റുകൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതായത് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എല്ലാ തിയേറ്ററിലെങ്കിലും അപ്പം എനിക്ക് നിങ്ങളോട് പറയാം, വെറുതെ ഞാൻ എക്സ്പെക്ടേഷൻ കൂട്ടാൻ. ഞാൻ പറയണത് സിനിമ ഒരു പ്രോഡക്റ്റാണ്. അറ്റ് ദ എൻഡ് ആർട്ട് ഫോം ആണെങ്കിൽ പോലും അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് അതിനെ കാണാൻ വേണ്ടതെന്നുള്ളത് അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെയും ഒക്കെ അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് അതൊരു ഫാമിലീനെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആ ഫാമിലീനെ കാണാനാണ് വരേണ്ടത്. ലാലേട്ടൻ്റെ കാറും ലാലേട്ടനെയും ഒക്കെ, ലാലേട്ടൻ ചെയ്യുന്ന ഷൺമുഖനെയും ഒക്കെ ഇഷ്ടപ്പെടാനായിട്ട് അവർക്കൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് രസിക്കാൻ പറ്റുള്ളൂ. ലാലേട്ടൻ്റെ കാറുണ്ടോ അതിൽ? ലാലേട്ടൻ്റെ കാറെന്ന് പറഞ്ഞോണ്ട് ലാലേട്ടൻ്റെ കാറിൽ ലാലേട്ടൻ്റെ സ്വന്തം എന്ന പോലെ ഒരു ബ്ലാക്ക് കളർ അംബാസഡർ കാറുണ്ട്. തരുണാലോ എവിടെ നിന്നൊക്കെയാണ് പൊങ്ങിയത്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, ലിസൺ ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം ഒരാൾ ഇപ്പുറത്തിരിക്കണേ എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്ത് ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് ഒരു സിനിമ, രണ്ടാമത്തെ നാഷണൽ അവാർഡ് മേടിച്ചൊരു സിനിമ, ഇപ്പോൾ മൂന്നാമത്തെ സിനിമ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ആൻറ്റിസിപ്പേഷൻസ്, എക്സ്പെക്റ്റേഷൻസ് ആളുകൾക്ക് പറയാൻ ഇഷ്ടമാണ്, ചിന്തിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ കഥ എഴുതുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ തന്നെ ഇമാജിനേഷൻസ് നമുക്ക് വരും. സ്വാഭാവികമായും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ വരാം, സ്ട്രെസ് വരാം, ഉറക്കക്കുറവ് വരാം, മടുത്തൊന്ന് തോന്നാം. അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് തരുൺ മൂർത്തി സ്വയം റിലാക്സ്ഡ് ആവുന്നത്? മടുപ്പൊന്നും തോന്നാറില്ല, ഭയങ്കര ഇപ്പോഴും എക്സൈറ്റഡ് ആണ്. അതൊന്ന് തിയേറ്ററിൽ കാണാൻ, ആളുകൾക്കൊപ്പം ഇരുന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് വലിയ പ്രതീക്ഷയല്ല. എനിക്ക് എന്താണിത്, നമ്മളുടെ ഒരു മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ ഈ പുതിയ ജനറേഷനിലൊരു ഡയറക്ടർ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇന്നത്തെ പ്രേക്ഷകൻ കാണുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതൊരു വലിയ പാഠമായിട്ടും ഒക്കെ കാണാൻ അതൊരു എന്താ പറയുക, നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്കങ്ങനെ ഒരു മടുപ്പ് ഇതുവരെയും. ടെൻഷനുണ്ടോ? സ്ട്രെസ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഈ പറയുന്ന പോലെ. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന January 30 എന്നുള്ള റിലീസ് ഡേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അതിഭീകരമായ സ്ട്രെസ്സായിരുന്നു. കാരണം ആ സ്ട്രെസ്സ് എന്ന് പറയുന്ന വർക്ക് സമയത്തിന് തീരണം, ഒരു പ്രോപ്പറായിട്ടൊരു പ്രൊമോഷൻ പ്ലാൻ വരണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന അപ്ഡേറ്റ് എവിടെയെന്ന് ചോദിച്ച് ഡെയിലി വന്ന് എൻ്റെ ഇൻബോക്സിലും ആദ്യം ഈ അപ്ഡേറ്റ് എവിടെയെന്നുള്ളതിൻ്റെ രീതികളൊക്കെ ഭയങ്കര മാന്യമാണ്. പിന്നെ അതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് വാക്കുകളൊക്കെ കയറും.
അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ കേൾക്കണത് പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ ഇരിക്കണവരൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം ഞാൻ എപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ഓറയിൽ നിന്നാലേ നല്ല കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മളെന്തിനാ ഈ തന്തക്കുളിയും തള്ളക്കുളിയും കേൾക്കണത് എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എവിടെയോ ശ്രീനിവാസൻ സാറോ എവിടെയോ പറഞ്ഞൊരു വാചകമുണ്ട്. അത് തന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ, അതായത് ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തു എന്നോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളെവിടെ പോയാലും ഒരു മോഹൻലാൽ സിനിമയുടെ ഡയറക്ടർ എന്നുള്ളൊരു അത് കാരണം അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഓറ നമ്മളിലേക്കും വരും. നമ്മൾ എന്ത് ചെയ്യുന്നതിനെയും ആളുകൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് നോക്കും. അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എവിടെ പോകുന്നു, അയാൾ എന്ത് പറയുന്നു. അപ്പം നമ്മൾ ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്നൊരു ആക്ടറിനെ യൂസ് ചെയ്ത ഡയറക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് പ്രിവിലേജ് നമുക്കും ഓഡിയൻസ് തരും. അപ്പം നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വേണം ഈ സമയങ്ങളിൽ സംസാരിക്കാനും പെരുമാറാനും എന്നൊക്കെ. പെട്ടെന്ന് നമ്മൾ അഹങ്കാരിയായിട്ട് മാറും, പെട്ടെന്ന് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഡയറക്ടറായിട്ട് മാറും, പെട്ടെന്ന് നമ്മൾ വലിയ ഹൈ എൻഡ് ഡയറക്ടറായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പാകത്തിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ പണ്ട് ഏതോ ഒരു ഓപ്പറേഷൻ ചാവ, ഏതോ ഒരു സൗദി വെള്ളക്കെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനെ യൂസ് ചെയ്യുന്നതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ നമുക്കും കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഏത് ഫാമിലി ഫംഗ്ഷനും ഒക്കെ പോയി കഴിഞ്ഞാലും നമ്മളറിയാത്ത ആളുകളാണെങ്കിൽ പോലും വന്ന് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിച്ചു വന്നോ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചാവ ഒരു വലിയ 80 days ഓടിയ സിനിമയാണെന്നുള്ളത് അവർ മോഹൻലാൽ ശോഭനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ എന്നുള്ള ഇതില്ല. അപ്പോൾ ആ ഒരു സന്തോഷം ഞാനും ശരിക്കും പറഞ്ഞാൽ സൂഹിക്കുന്നുണ്ട്. കൊള്ളാം. ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ആ ഒരു ലേബൽ ഭയങ്കരമായിട്ട് അത് ആ സുഖം തുടർന്ന് പോയിട്ടേ നമുക്ക് ജീവിതത്തിൽ കാര്യമുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ പടം ഇറങ്ങുന്ന സമയത്തും ആളുകൾക്ക് ആ എക്സൈറ്റ്മെൻറ്റ് അവർ പ്രതീക്ഷിച്ച് വരുന്ന കണ്ടൻറ്റുകളുടെ ഭംഗി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിലത്തിട്ട് ചവിട്ടും എന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് ഉറപ്പാണ്. പല കാഴ്ചകൾ കണ്ടിട്ടുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ, അതിനേക്കാൾ വലുതാവാനേ സാധ്യതയുള്ളൂ. അപ്പം അതിനേക്കാൾ വലുതാവാനേ അല്ല മോശം എന്താ തരുണി നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇപ്പം ചിലരുണ്ട് താങ്ങാൻ വയ്യാതെ. എനിക്ക് തന്നെ സിനിമയിലുള്ള ഫിലിം മേക്കേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഒറ്റ ട്രിപ്പ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് ഒറ്റ ഉറക്കം രാവിലെ പിന്നെ ചിന്തിക്കത്തില്ല കാര്യത്തെക്കുറിച്ച്. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തരുൺ മൂർത്തിയുടെ ഒരു സ്ട്രെസ് ബേസ്റ്റ് ചെയ്യാനുള്ള ഇത് യാത്രയാണോ, ഫുഡാണോ? ചിലർ പറഞ്ഞിട്ടുണ്ട് അല്പം കള്ളുടി അങ്ങനെയൊക്കെ. ഫുഡ് ഭയങ്കര സ്ട്രെസ് വന്നാൽ ഭയങ്കര ഫുഡ്. ഞാൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മെലിയും. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടു റിലീസ് സമയത്ത് ഞാൻ നന്നായിട്ട് വണ്ണം വെക്കും. ഇതാണ് എൻ്റെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചാണ് എൻ്റെ സ്ട്രെസ്. ഞാൻ പിന്നെ വൈഫ് ഈ പറയുന്ന പോലെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം ഞാൻ കഴിയുന്ന വീട്ടിൽ തന്നെ വന്ന് ആണ് ഫുഡ് കഴിയും. അപ്പം ഈവൻ ചെറിയ ഫുഡാണെങ്കിൽ പോലും ഇട്ടോളൂ എന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു കാര്യമാണ്, ഒരാണിൻ്റെ ആംബിഷൻസിനോടും ആ സ്വപ്നങ്ങളോടും വിലയുള്ള ഒന്നും ഈ ലോകത്തിലില്ല എന്ന്. ഇപ്പം തരുൺ മൂർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമകളെടുത്ത് ഇതുവരെയുള്ളത് യാത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമ, നാഷണൽ അവാർഡ് സിനിമ, ഇപ്പം ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ശരിക്കും ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ തരുൺ മൂർത്തിയിൽ കാണുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഹൗ ആംബിഷ്യസ് ഷുഡ് എ മാൻ ബി? ഒരാണ് എത്രത്തോളം സ്വപ്നങ്ങൾ കാണണം, എത്രത്തോളം ആംബിഷ്യസ് ആയിരിക്കണം? ഞാൻ പറയണത് ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഡ്രീമി ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നതാവണം എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയിരുന്നു. പക്ഷേ ഈ അംബീഷൻസ് ആയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മളെ ഒരുക്കണം. അപ്പോൾ ആ ഒരുക്കം ആക്ച്വലി ഇപ്പം എൻ്റെ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഞാൻ എഴുതാറുണ്ട്, സ്വപ്നം കാണാൻ പഠിപ്പിച്ച അച്ഛന്, സ്വപ്നം നേടാൻ പഠിപ്പിച്ച കുക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന്. അപ്പം എന്നെ അംബീഷ്യസ് ആക്കിയത് മൊത്തം എൻ്റെ അച്ഛനാണ്. ഈ എന്താണ് നിൻ്റെ അതിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഒരുക്കിയത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഞാൻ ഇപ്പോഴും. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല. എനിക്ക് അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. ഓക്കെ, സിനിമയിൽ എത്തണമെന്നും ഇപ്പോൾ സിനിമയിൽ എത്തണമെന്നായിരുന്നു ഒരു കാലത്ത് അംബീഷൻ. അതാണ്. അപ്പോൾ അതെനിക്ക് എങ്ങനെയെന്നറിയില്ലായിരുന്നു. ഞാൻ നടനാകാൻ നടന്നു, തിരക്കഥാകൃത്താകാൻ നടന്നു. അവസാനം ഞാൻ എന്നിൽ എന്താണ് അതിലേക്ക് എത്താൻ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞത് ഒരുപാട് ലേറ്റായിട്ടാണ്.
ഞാൻ എൻ്റെ എറൗണ്ട് ഒരു 15-ാമത്തെ വയസ്സ് മുതൽ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ നാടകം കളിക്കാൻ പോകും. അത് +2-ലൊക്കെ നാടകങ്ങൾ, ഞാൻ അഭിനയിക്കാറുള്ള നാടകങ്ങളൊക്കെ സ്റ്റേറ്റ് ലെവലിലും ജില്ലയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മിക്കപ്പോഴും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേര് വരും. അപ്പം നമ്മൾ മികച്ച നടൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനന്ദിക്കും, ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവർ വെറുതെ ക്ലാസ് റൂമിൽ നിൽക്കുന്നത് അടുത്ത പ്രിയദർശൻ, മോഹൻലാൽ, മണിയമ്പിള്ള രാജു ഒക്കെയാണ് നിൽക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കയറിയോ അടുത്ത മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, MG ശ്രീകുമാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരെയൊക്കെ വെച്ച് സിനിമ ചെയ്ത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് MG ശ്രീകുമാറിന്റെ പേര് വന്നപ്പോഴാണ് ദൈവമേ അവരെയൊക്കെ വെച്ചാണല്ലോ ഞാനിപ്പോൾ സിനിമ ചെയ്തതെന്ന് എനിക്ക് ജസ്റ്റ് ഇപ്പം തോന്നൽ വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് സിനിമയിൽ എത്തണമെന്നുള്ളത് അന്നേ ഇവരൊക്കെ കൂടി എൻ്റെ ഉള്ളിൽ ഇട്ട വിത്താണ്. പക്ഷെ സിനിമയിൽ അപ്പോഴും ഞാൻ ബെസ്റ്റ് ആക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്ടറിലേക്ക് ഞാൻ ഡീവേറ്റ് ചെയ്തത്. അപ്പോഴും എൻ്റെ ഈ പറയുന്ന പോലെ നമ്മൾ ഓഡീഷൻസിന് പോകുന്നുണ്ട്. ഞാൻ ഈ പണ്ട് തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ബ്ലസ് സാറിന് വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ ബ്ലസ് സാറിൻ്റെ വീട്ടിലോട്ട് നിരന്തരം ഫോൺ ചെയ്യും, സാർ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പം സാറിൻ്റെ വൈഫായിരിക്കും മിക്കവാറും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ശല്യമാണല്ലോ പൊതു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോളൂ എന്ന് ഫോൺ കട്ട് ചെയ്ത് കളയും. അപ്പം അങ്ങനെ അതെല്ലാം സംഭവിച്ച് നമ്മൾ ബിടെക് കഴിഞ്ഞ സമയത്തും സിനിമയിലേക്ക് ജോലിയൊന്നുമല്ല, സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ 2011 സമയത്തൊക്കെ ബിടെക് കഴിയുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന ഓഡീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴും അച്ഛൻ നമ്മളെ പഠിപ്പിച്ച നാടകവും മോണോ ആക്റ്റും ഒക്കെ നമ്മൾക്ക് ഈ പറയുന്ന സ്വപ്നം കാണാൻ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൽ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നിടത്ത് എത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അംബീഷനായിട്ട് നടക്കാം. ഈ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ. തരുൺമൂർത്തിയുടെ ഇൻ്റർവ്യൂസ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. താങ്കൾ സിനിമയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സ്ട്രഗിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അതാരും ചോദിക്കാത്തതുകൊണ്ടാണോ അതോ ഒരു സ്ട്രഗിളും ഇല്ലാത്തതുകൊണ്ടാണോ? സ്ട്രഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ആദ്യം പോയി കാണുന്ന പ്രൊഡ്യൂസർ ആ സിനിമ കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്ട്രഗിൾ പറയാനില്ല. പക്ഷേ എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, സിനിമയല്ല, ഒരു കാലത്ത് ഷിപ്പ് യാർഡിലാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സിനിമയിൽ അവർ ഒരു ഷിപ്പ് യാർഡിൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു സീരിയൽ അഭിനയിക്കാനായിട്ട് ഷിപ്പ് യാർഡിലുള്ള കലാകാരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അച്ഛനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിരുന്നു. ഇൻസൾട്ട് എന്ന് വെച്ചാൽ ഓൺ സ്പോട്ടിൽ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അതായത് സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഓക്കെ നിങ്ങൾ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഇപ്പം ഞങ്ങൾ വരുന്നത് വൈക്കം, ചേർത്തല ആ ഭാഗത്തു നിന്ന്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഏത് ആക്ടറാണെങ്കിലും അതൊരു ട്രെയിൻ ചെയ്താലേ സ്ലാങ്, അല്ലാണ്ട് ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പരിപാടികളല്ല ഈ സ്ലാങ് പിടിക്കാനുള്ളത്. അത് തൃശ്ശൂർ സ്ലാങ് പിടിക്കാൻ അച്ഛൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അച്ഛന് ഒരു സെറ്റ് മൊത്തം അച്ഛനെ ഇങ്ങനെ എന്തോ ഒരു കുറ്റക്കാരൻ ക്രൈം ചെയ്യാൻ വന്ന്, അയാൾ അഭിനയിക്കാൻ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ നോക്കിക്കണ്ടു, ചിലർ മാറി നിന്ന് ചിരിച്ചു. അപ്പം അത് എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന്. അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാനൊരു സിനിമയിൽ തൃശ്ശൂർ ക്ലിപ്തം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കറിയാവുന്ന രതീഷ് എന്ന് പറഞ്ഞ ആളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സ്ലാങ് പിടിക്കാൻ അറിയാം. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാഞ്ചിയേട്ടനും മറ്റതൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടിട്ട് ഈ സ്ലാങ് എങ്ങനെ പിടിക്കാം. പക്ഷേ നമുക്ക് തരുന്ന ഡയലോഗ് ഒന്നും അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയിൽ എനിക്ക് പകരം ദിനേശ് പ്രഭാകറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഇമോഷണൽ ബാക്ക്ലോഗുകളുണ്ട് എനിക്ക്. അപ്പം അതാണ് സ്ട്രഗിൾ എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ജോലി വേണ്ട എന്ന് വെച്ചത് വലിയ സ്ട്രഗിളാണ്. ഇപ്പം കല്യാണം ഇപ്പം ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ കല്യാണം കഴിച്ച് ഏതാണ്ട് 1 വർഷം കൂടിയേ ജോലി ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പം എൻ്റെ വൈഫ് ക്യാരിയിങ് ആണ്. അപ്പം ഒരു 6 മാസം 7 മാസം പ്രഗ്നൻസി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവൾക്ക് പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുവാണെന്ന് പറയാം. നിൽക്കുന്ന അവളുടെ മുഖത്ത്. അപ്പം അവൾ ആദ്യം അച്ഛനോട് സംസാരിച്ചോന്ന് ചോദിച്ചു.
ഇല്ല, ഞാൻ ഇനി മുന്നോട്ട് എന്താണ് എന്ന് എനിക്ക് സ്റ്റക്കാണ് ഞാൻ. പക്ഷെ എനിക്കിതിൽ ഹാപ്പിനെസ് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫിനൊരു മീനിങ് ഇല്ലാണ്ടായി പോവും എന്ന് ഞാൻ അവളൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ലൈഫിലൊന്നും ആയില്ല എന്നൊരു പരാതി എൻ്റെ ഇടയ്ക്ക് പറയരുത്. 45 വയസ്സിലാകുമ്പോൾ നിങ്ങൾ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാനായിരിക്കണം എൻ്റെ കൂടെ, എങ്കിലേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഈസി ഡിസിഷൻ അല്ല ലൈഫിൽ. ആ സ്ട്രഗിൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനിടയ്ക്ക് വിളിച്ച് ഫോണിലാണ് പറയണത്, ഞാൻ ഒരിക്കലും നേരിട്ടല്ല ജോലി രാജിവെച്ചു എന്ന് പറയുന്നത്. കാരണം ഇത് നേരിട്ടാണ് പറഞ്ഞെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാനിത് ഫോണിൽ കൂടെ പറഞ്ഞ്, അച്ഛാ ഞാൻ ഇനി പോകുന്നില്ല ജോലിക്ക്. അപ്പം എന്താ അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞു സിനിമ ഒക്കെയാണ്. ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ? അങ്ങനെ ആരും ഇല്ല. പിന്നെ അറിയില്ല, എനിക്കൊരു 2 വർഷം വേണം. ഞാൻ ആ 2 വർഷം കൊണ്ട് ഞാനത് എവിടെ എത്തും. അപ്പം എനിക്കൊരു ടൈം സെറ്റ് ചെയ്തു 2 വർഷം എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയ സ്ട്രഗിളാണ്. എന്നാൽ ഈ ഡിസ്റ്റൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. എടുത്തതിന് ശേഷം ഒരവസരങ്ങളും ഇല്ല സിനിമയിൽ. ഞാൻ കംപ്ലീറ്റ്ലി സീറോ. എൻ്റെ കയ്യിലുള്ള പൈസകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു കാറുണ്ട്, കാറിൽ ഡീസൽ അടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. വല്ലാത്ത ഒരു സ്ട്രഗിളുണ്ട് എനിക്ക്. അപ്പം ആ സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ, ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ കൂടിപ്പോയി 2000 രൂപ കിട്ടും, അല്ലെങ്കിൽ 5000 രൂപ കിട്ടും. പലതും നമ്മൾ സൗഹൃദങ്ങളിലാകുമ്പോൾ നമുക്ക് പൈസ പോലും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് സ്ട്രഗിളാണ്. അപ്പം ഞാൻ പിന്നെയാണ് ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതോടെ നമുക്ക് ചെറിയ ഇൻകമൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ആ ഇൻകത്തിൽ നിന്ന് ഇപ്പം എൻ്റെ വൈഫ് എന്താ പറയുക, അപ്പം ഫാമിലി വൈസ് നല്ല രീതിയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ആ സമയങ്ങളൊന്നും എനിക്കൊരു നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതെല്ലാം വരുമെന്ന് പറയുന്നൊരു ഹോപ്പിൽ അവരെല്ലാം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ചില ഫങ്ഷൻസിന് പോകുമ്പോഴോ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളെ ചില സമയങ്ങളിൽ വല്ലാണ്ട് ഒറ്റപ്പെടുത്താറുണ്ട്, കുത്തുവാക്ക് കേൾക്കാറുണ്ട്. അപ്പോഴുമൊക്കെ ഇവള് നിന്നിട്ടാണ് പറയാറ്, അത് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ, ഞങ്ങൾ അത് എല്ലാം റെഡിയാകുന്നു. അപ്പം ചിലപ്പം ചോദിക്കും ആ പരസ്യം ചെയ്തിട്ട് എത്ര രൂപ കിട്ടി? അപ്പം ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് 10,000 രൂപയോ 15,000 രൂപയൊക്കെ എനിക്കതിന് പ്രോഫിറ്റ് ആയിട്ടോ ഒക്കെ കിട്ടാറുള്ളൂ. അത് ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടി എന്ന് അവൾ ഒറ്റടിക്ക് 10 ഇരട്ടിയൊക്കെ കയറ്റിയൊക്കെ പറയും. അപ്പം അത് അവർക്ക് കേൾക്കുന്നവർക്ക് സന്തോഷം, നമുക്കൊരു സന്തോഷം. പക്ഷേ 15,000 രൂപ കിട്ടിയാലും 1.5 ലക്ഷം രൂപ കിട്ടിയാലും അല്ല 1.5 കോടി കിട്ടിയാലും നമ്മൾ ഹാപ്പി ആകുന്നതിൻ്റെ കാര്യമുള്ളൂ. ഞങ്ങൾ അന്ന് 15,000 രൂപയിൽ ഹാപ്പി ആയിരുന്നു. ഇന്ന് കിട്ടുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ്, ഇനി കിട്ടാൻ പോകുന്നതിൽ ഹാപ്പിയാണ്, ഇനി കിട്ടാതിരുന്നാൽ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറയുക, വളരെ പ്ലാസ്റ്റിക്കായിട്ടുണ്ടായ റിലേഷൻസ് അല്ല. ഫ്രം റൂട്ടിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഓരോന്നുണ്ടായി വരുമ്പോഴും നമ്മൾ അക്കൗണ്ടിലെ എമൗണ്ട് കൂടുമ്പോഴും അക്കൗണ്ടിൽ കുറയുമ്പോഴും ഒക്കെ അതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾക്കിടയിലുണ്ട്. അത് കാരണം എന്താ പറയുക, റിലേഷൻഷിപ്പ് അത്രയേറെ ഡീപ്പാണ് ഞങ്ങൾക്കിടയിൽ. ഈ നമ്മളിപ്പം ഈ പറഞ്ഞ സ്ട്രഗിളുകളിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നിട്ട് യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ നോ. അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പോലും ഒരുപക്ഷെ ആ 10 കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ മിനിറ്റുകൾ പോലെ തോന്നാം. ഈ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ വിജയങ്ങൾക്കിടയിൽ വൈക്കംകാരനൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയാൽ ത്യജിക്കുന്ന അല്ലെങ്കിൽ അയ്യോ എനിക്കിപ്പം അതൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്ന സന്തോഷങ്ങളുണ്ടോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും ലൈഫിൽ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഇപ്പം അന്നത്തെ കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയും അല്ലെങ്കിൽ പാടത്ത് പോയി കൗണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഇന്നസെൻറ്റ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചും ടൂർണമെൻറ്റ് കളിക്കാൻ പോയിട്ട് ആ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫോ ഇപ്പം ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ട് ഇപ്പം പോലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പം എല്ലാം വർക്ക് ഓറിയൻറ്റഡായി, എല്ലാം പ്രൊഫഷണലായി. ഈ പേഴ്സണൽ എന്ന് പറയുന്നത് ഫാമിലിയിൽ മാത്രം ഒതുങ്ങി. അത് ഗുഡ്, അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിക്കൊക്കെ അത് തന്നെയാണ് നല്ലത്. പക്ഷേ അല്ലാത്ത സൗഹൃദങ്ങളൊക്കെ നമുക്ക് എപ്പോഴൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. കോളേജിൽ പഠിച്ച ആളുകളുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും
അതൊക്കെ വല്ലപ്പോഴും ഒരു ഹായ് ബായ് എന്തുണ്ട് അല്ല സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു ലവ് സിമ്പിൾ എടുത്ത് തിരിച്ച് കളയുന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളും ഇപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളില്ല. ഇപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ ഈ സിനിമ ആയിട്ട് പോയി. അവർക്കൊക്കെ അത് കൗതുകമാണ്. അവനിപ്പം മോഹൻലാലുമായിട്ട് ആണ് സൗഹൃദം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കോണ്ടാക്റ്റ് അവൻ്റെ ഫോണിലുണ്ട്, അതൊക്കെയാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ്. അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു ഈ പറയുന്ന നമ്മൾ ഒരുമിച്ച് കൗണ്ട് കളിക്കാൻ പോയതും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ അതെപ്പോഴും ലാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്നെ പലപ്പോഴും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വല്ല ടർഫൊക്കെ എടുത്തിട്ട് പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ. പക്ഷെ അതിന് ആർക്കും സമയം, എല്ലാവരും പ്രൊഫഷണൽ പരിപാടിക്ക് പിന്നാലെ പോയപ്പോൾ ആ സൗഹൃദങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതാണ് എനിക്ക് ലാക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ.